വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് WCCൻ്റെയും അതുപോലെ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സ്ത്രീകളുടെ സുരക്ഷിതത്വമാണ്. അത് സിനിമാ മേഖലയിൽ മാത്രമല്ല, മൊത്തത്തിൽ ഏതൊരു ഫീൽഡാണെന്നുണ്ടെങ്കിലും ഏതൊരു പ്രൊഫഷൻ ആയാലും അതിലൊക്കെ സ്ത്രീകൾ ഒരുപാട് ദുരനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ സ്ത്രീകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അടുത്താണ് അടുത്ത് 2 ന്യൂസുകളാണ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഒരു മെഡിസിൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അതുപോലെ ഒരു ഡോക്ടറേനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി, അതുപോലെ തന്നെ നേഴ്സിനെ കൊലപ്പെടുത്തി, അങ്ങനെ ഒരുപാട് ന്യൂസുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊന്നും ഒരു മാറ്റവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. സാഹചര്യങ്ങളൊക്കെ മറികടന്ന് എന്നാണ് നമ്മളിനി സ്ത്രീകൾ സുരക്ഷിതരായിട്ടുള്ള ആവുന്ന ഒരു നിമിഷം ഇനി എന്നാണ് ഉണ്ടാവുക? അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എല്ലാവരും എനിക്കിപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എൻ്റെ നിലപാടുകളൊക്കെ പറയാം. അതുപോലെ തന്നെ എല്ലാ സ്ത്രീകൾ തന്നെയാണ് വേണ്ടത്. എല്ലാ സ്ത്രീകളും ഇതുപോലെ മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. ഇതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും ലൈംഗിക ചൂഷണങ്ങളും എല്ലാം ഇതിനൊക്കെ ഒരു തക്കതായ ശിക്ഷ, ഇതാരാണോ ചെയ്യുന്നത് അവർക്ക് തക്കതായ ശിക്ഷ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള നടപടികൾ ഗവൺമെൻറ് കൊണ്ടുവരിക തന്നെ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മുല്ലപ്പെരിയാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ കുറേ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ വിഷയം വന്നപ്പോൾ നമ്മൾ ഒരുപാട് നിവേദനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മുല്ലപ്പെരിയാറിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അവർ അതിന് വേണ്ട നടപടികൾ എടുക്കുന്നുണ്ട്. അത് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതായത് നമ്മളുടെ എന്താണോ ആവശ്യം അതിന് വേണ്ടിയിട്ട് നമ്മൾ ജനങ്ങൾ തന്നെ അതിന് മുൻകൈ എടുക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്ത്രീ സുരക്ഷിതത്വം. സ്ത്രീകൾക്ക് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. അതിനൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെ വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളും ഇതിന് തയ്യാറായിട്ട് തന്നെ നിൽക്കുക. ഇത്രയുള്ള വീഡിയോ.